ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ലണ്ടൻ ബ്രോയുടെ ഏറ്റവും പുതിയതിലോട്ട് സ്വാഗതം. ലണ്ടനിലോട്ട് പഠിക്കാൻ വേണ്ടി വരുന്ന അല്ലെങ്കിൽ UK പഠിക്കാൻ വേണ്ടി വരുന്ന വിദ്യാർത്ഥികളുടെയും അല്ലെങ്കിൽ പഠിക്കാൻ അല്ലെങ്കിൽ ജോലി ചെയ്യാനൊക്കെ ആയിട്ട് വരുന്ന മലയാളി പ്രവാസികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പല കാര്യങ്ങളെക്കുറിച്ചും പലരും നിങ്ങൾക്ക് പറഞ്ഞു തരാറില്ല, അല്ലെങ്കിൽ പലരും അത് വിട്ടുപോവുകയാണ് പതിവ്. അതായത് സാധാരണഗതിയിൽ വിസയെക്കുറിച്ചും, അതായത് നിങ്ങൾ പഠിക്കേണ്ട കോഴ്സുകളെക്കുറിച്ചും, പഠിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ ജോലികൾ നോക്കാം, NHS അതേപോലെ തന്നെയുള്ള മറ്റു ബാഡ് ജോബുകളോ അതല്ല എങ്കിൽ പാർട്ട് ടൈം ജോബുകളോ എന്നിവയെക്കുറിച്ചെല്ലാം പലരും പറയാറുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ വെച്ച് പുലർത്താറുമുണ്ട്. പക്ഷേ പലരും അറിയാതെ വിട്ടുപോകുന്നൊരു കാര്യമാണ് നമ്മുടെ ജോലിയോ അല്ലെങ്കിൽ നമ്മുടെ കരിയർ തന്നെ നശിച്ചേക്കാവുന്ന അല്ലെങ്കിൽ ജയിലിൽ ആയേക്കാവുന്ന പല കാര്യങ്ങളും, നിസ്സാരമെന്ന് ചിന്തിക്കാവുന്ന പല കാര്യങ്ങളും ഒരു കെണി പോലെ UK ചതിക്കുഴിയായി നിങ്ങൾക്ക് മുന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സാധാരണ കുറച്ച് അധികം കാലങ്ങളായിട്ട് ഞാൻ പറയണമെന്ന് ഉദ്ദേശിച്ച ഒരു വാർത്തയാണ്, അല്ലെങ്കിൽ ഒരു അപ്ഡേറ്റാണ് നിങ്ങളെ പങ്കുവെക്കാൻ വേണ്ടി പോകുന്നത്. ധാരാളം മലയാളി യുവാക്കളാണ് ഈ ഒരു കെണിയിൽപ്പെട്ട് അറസ്റ്റിലാവുന്നതും സമൂഹത്തിൽ അല്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കളുടെ മുന്നിലോ സുഹൃത്തുക്കളുടെ മുന്നിലൊക്കെ നാണക്കേട് സംഭവിച്ച് ആത്മഹത്യയുടെ വക്കിൽ പോലും എത്തി നിൽക്കുന്നത് എന്നുള്ളതൊക്കെയാണ്. വെറും ഒരു ഫേക്ക് പ്രൊഫൈൽ, അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ചാറ്റ്, നിങ്ങളുടെ പ്രായത്തിൻ്റെ പക്വത കുറവുകൊണ്ട് സംഭവിച്ചേക്കാവുന്ന ഇത്തരം ചെറിയ തെറ്റുകൾ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന UK ഏറ്റവും വലിയ തെറ്റായ ഈ ഒരു പ്രശ്നങ്ങളിൽ നിങ്ങൾ വന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയാണ് വളരെ വിശദമായി ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. നിസ്സാരമായി കാണാവുന്ന വലിയ പ്രശ്നങ്ങളാണിത്. സെക്സ്റ്റിംഗ് ചാറ്റുകളും അതേപോലെ തന്നെ ഫീഡോഫൈൽ ഹണ്ടേഴ്സിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അതല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള UK യുവാക്കൾക്ക് അയച്ചു കൊടുക്കാൻ വിട്ടുവരുത് കേട്ടോ. നേരെ നമുക്ക് വീഡിയോ എടുക്കാം. UK എത്തുന്ന യുവാക്കൾക്ക് ഒരുവിധം എല്ലാവർക്കും ഇവിടുത്തെ ഒരു എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ത്വര ഉണ്ടാവില്ല. ഇവിടുത്തെ യുവത്വത്തിൻ്റെ സ്പീഡ്, അതല്ലെങ്കിൽ എല്ലാവരും ഇന്ത്യ വിട്ട് UK വരുന്ന പാഷൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഒരു 70% യുവാക്കളും വരാനുള്ള കാരണം ഫ്രീഡത്തിന് വേണ്ടിയിട്ടാണ്, സ്വാതന്ത്ര്യം. അതായത് നാട്ടിലാണെങ്കിൽ നമ്മളെ ലേഡീസും ജെൻസും ആരാണെങ്കിൽ കൂടി നമ്മുടെ വസ്ത്രധാരണ രീതിയെ കളിയാക്കുന്ന, അല്ലെങ്കിൽ പലരുടെ മുന്നിൽ നമ്മുടെ വസ്ത്രത്തെക്കുറിച്ചും നമ്മളുടെ നൈറ്റ് ലൈഫിനെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നാട്ടിലാണെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ, കാരണവന്മാരെന്ന് പറയുന്ന ആൾക്കാർ, അമ്മാവന്മാർ, അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ ഏട്ടന്മാർ, എല്ലാവരുടെ അടുത്ത് നമ്മൾ പറയണം എവിടെ പോയി, എന്തിനു പോയി, പല ക്വസ്റ്റ്യൻസും വരും. അവരുടെ അടുത്ത് നമ്മൾ എന്തെങ്കിലും തിരിച്ചു പറയുകയാണെങ്കിൽ നമ്മൾ വിവരദോഷികളായി, അതല്ല എങ്കിൽ അഹങ്കാരികളായി. അപ്പോൾ ഇത്തരം സിറ്റുവേഷനിലൊക്കെയാണ് ലണ്ടൻ, UK അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ യൂറോപ്യൻ രാജ്യങ്ങളിലോട്ട് ചേക്കാറാനുള്ള ഒരു മനസ്ഥിതി യുവാക്കൾക്കുണ്ടാവുന്നത്. അതെന്തുകൊണ്ടാണ്? ഇവിടേക്ക് വരികയാണെങ്കിൽ ഇതേപോലെ ചോദ്യം ചെയ്യാനൊന്നും ആരും ഉണ്ടാവില്ല. മാത്രമല്ല ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ എൻജോയ് ചെയ്യാം, ആഘോഷിക്കാം, നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാം, എത്ര സമയം വേണമെങ്കിലും ഉറങ്ങാതെ ഇരിക്കാം, പെൺകുട്ടികൾ ആൺകുട്ടികൾ എന്ന ഒരു വേർതിരിവില്ലാതെ എപ്പോൾ വേണമെങ്കിലും ചുറ്റി സഞ്ചരിക്കാം. അപ്പോൾ ഇതൊക്കെ സ്വപ്നം കണ്ട് പല സിനിമകളിലും റീലിലൊക്കെ കണ്ടാണ് പല യുവാക്കളും ഇവിടേക്ക് എത്തിച്ചേരുന്നത്. ഇവിടേക്ക് എത്തിച്ചേർന്നാൽ സത്യസന്ധമായി പറയുകയാണെങ്കിൽ അതെ, അങ്ങനെയുള്ള പല ഗുണങ്ങളും ഉണ്ട്. അത് ദോഷങ്ങളിലേട്ടും ഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിത് പറയുമ്പോൾ അമ്മാവന്മാരെ ഉപദേശിക്കുന്ന പോലെ, അതല്ല എങ്കിൽ എന്താ പറയുക, ഒരു ഗുണദോഷിക്കുന്ന പോലെയൊക്കെ പലർക്കും ഫീൽ ചെയ്യാം. പക്ഷേ യുവാക്കളായിട്ടുള്ള നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ജസ്റ്റ് നിങ്ങളൊരു 5 മിനിറ്റോ ഏറിപ്പോയാൽ ഒരു 10 മിനിറ്റ് ഉണ്ടാവാം, 10 മിനിറ്റോ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്യൂച്ചർ ഭദ്രമാക്കാൻ വേണ്ടി സാധിക്കും. അതായത് ഇതേപോലെയുള്ള പല കെണികളുമാണ് ഇവിടെ ഉള്ളത്. ആ കെണികളിൽ വന്ന് വീണ് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ലൈഫിനെ തന്നെ ബാധിക്കുന്ന ഒരു ട്രോമയായിട്ട് മാറാൻ സാധ്യതയുണ്ട്. യുവാക്കൾ മാത്രമല്ല, ഏജ്ഡ് ആയിട്ടുള്ള മധ്യവയസ്കരായിട്ടുള്ള ആൾക്കാരും, ഇവിടെ ഭാര്യയും കുട്ടികളൊക്കെയുമായി ജീവിക്കുന്ന ആൾക്കാർ, ചെറിയ പെൺകുട്ടികളുള്ള ആൾക്കാരും എല്ലാവരും ഈ ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടാറുണ്ട്. അബദ്ധം എന്നല്ല ഇതിനെ പറയുക, കുറ്റകൃത്യം തന്നെയാണ്. അപ്പോൾ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാനും ഇത്തരം കെണികളിൽ പെടാതിരിക്കാനും വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. ചെറുക്കെങ്കിലും അപരിചിതരായിട്ടുള്ള ആൾക്കാരോട് ചാറ്റ് ചെയ്ത്, സ്നാപ്ചാറ്റ് പോലെയുള്ള, അതായത് സ്നാപ്ചാറ്റിനെ കുറിച്ചൊക്കെ അറിയാമല്ലോ. സ്നാപ്ചാറ്റിലൊക്കെ നമ്മൾ ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ഡിലീറ്റ് ആയി പോകുന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ സ്നാപ്ചാറ്റ് പോലെയുള്ള ഡേറ്റിംഗ് ആപ്പുകളുണ്ട്. അതേപോലെ ഇതിലൊക്കെ ചാറ്റ് ചെയ്യുന്നതൊക്കെ ഒരു വിനോദമായിരിക്കും പല ആൾക്കാർക്കും. അപ്പോൾ സേഫാണ് എന്ന് കരുതി പലരും ചാറ്റ് ചെയ്യുന്നു. അപ്പോൾ UK സംബന്ധിച്ചിടത്തോളം 18 വയസ്സിന് താഴെയുള്ള അല്ലെങ്കിൽ 16 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളോടോ ആൺകുട്ടികളോടോ ഇങ്ങനെ അശ്ലീലമായി സംസാരിക്കുന്നു, മെസ്സേജ് അയക്കുന്നു ഒക്കെ തെറ്റായ ഒരു കാര്യമാണ്. അത് നിയമപരമായിട്ട് വളരെ വലിയൊരു തെറ്റാണ്. അപ്പോൾ ഇത്തരം ആൾക്കാരെ, ഇങ്ങനെ പെൺകുട്ടികളോടും ആൺകുട്ടികളോടും ഒക്കെ, പ്രായപൂർത്തിയാവാത്ത കുട്ടികളോട് അശ്ലീലമായി സംസാരിക്കുന്ന ആൾക്കാരെ എയിം ചെയ്തുകൊണ്ടുള്ള ഒരു സംഘടന അല്ലെങ്കിൽ ഒരു ടീം തന്നെ UK പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ്. പീഡോഫൈൽ ഹണ്ടേഴ്സ് എന്ന പേരിൽ ഒരു സംഘടന തന്നെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നു. ഇവർ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ
ഫേക്കായിട്ടുള്ള പ്രൊഫൈൽ ഉണ്ടാക്കുകയാണ്. സ്നാപ്ചാറ്റിലാവട്ടെ എല്ലാത്തിലും ഇവർ എന്ത് ചെയ്യുന്നു, ഒരു ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കുന്നു. ഈ ഫേക്ക് പ്രൊഫൈലിൽ 15-16 വയസ്സിന് താഴെയുള്ള കുട്ടികളായിട്ട് ഇവർ അഭിനയിക്കുകയാണ്. അപ്പോൾ ഇത്തരം മാനസിക വൈകല്യമുള്ള ആൾക്കാർ, അതായത് ഇപ്പോൾ കുഞ്ഞുങ്ങളുമായിട്ട് അശ്ലീല ചാറ്റ് ചെയ്യാൻ മാനസിക വൈകല്യമുള്ള ആൾക്കാർ, പിന്നെ ഈ യുവാക്കളെയൊക്കെയാണ് ഇവർ ലക്ഷ്യമിടുന്നത്. ഇവരെന്ത് ചെയ്യുന്നു, ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ തൊട്ടപ്പുറത്തുള്ളത് ഒരു കുട്ടിയാണ് എന്ന് ഉദ്ദേശിച്ച് ചാറ്റ് ചെയ്യുന്നു. പക്ഷേ അപ്പുറത്തുള്ളത് ഈ പറഞ്ഞ ഹണ്ടേഴ്സ് ആയിരിക്കും, വിജിലൻസ് ആയിരിക്കും. ഇവർ നമ്മളെ പ്രത്യേകിച്ച് ചാറ്റ് ചെയ്യുന്ന സമയത്തിന് എൻ്റെ ഏജ് 15 വയസ്സിന് താഴെയാണെന്ന് അവർ എടുത്തു പറയുന്നു. എന്നിട്ട് നമ്മൾ ചാറ്റ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അവർ ചാറ്റ് കണ്ടിന്യൂ ചെയ്യുന്നു. എന്നിട്ട് അവർ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് നമ്മളെ വിളിച്ചു വരുത്തുക ചെയ്യുക. അതായത് ഞാൻ റെഡിയാണ്, നിങ്ങൾ വരുന്നോ എന്തെല്ലാം ചോദിച്ചു, വല്ല പാർക്കിലോട്ടോ അവർ വീട്ടിലോട്ടോ നമ്മൾ വിളിച്ചു വരുത്തുകയും നമ്മളത് ഉദ്ദേശിച്ച് പോവുകയാണെങ്കിൽ അവിടെ ഒരു ഈ പറഞ്ഞ ഹണ്ടേഴ്സ്, ഒരു വിജിലൻസ് ആൾക്കാർ അവിടെ ലൈവ് സ്ട്രീം ക്യാമറയുമായി കാത്തു നിൽക്കും. അവർ ലൈവായിട്ട് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുകയും നമ്മളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യും. അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോട്ട് പോലീസ് വരികയും നമ്മളെ അറസ്റ്റ് ചെയ്യുകയും അവരുടെ ബോഡി ക്യാം ഉണ്ടാവും, അതിൽ നമ്മൾ സംസാരിക്കുന്ന എല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവും. എത്ര വീഡിയോകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ. പ്രത്യേകിച്ച് ഞാൻ കാണുന്ന വീഡിയോസിലൊക്കെ മലയാളികളാണ് ഇതിൽ പെട്ടിരിക്കുന്നത്. ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരാണ്, കൂടുതൽ പേരും മലയാളികളാണ്. അപ്പോൾ ഇവരിങ്ങനെ മാപ്പ് പറയുകയോ പെട്ടുപോയതാണ്, അബദ്ധത്തിൽ പെട്ടുപോയതാണ്. 40-45 വയസ്സുള്ള മധ്യവയസ്കരായിട്ടുള്ള ആൾക്കാരൊക്കെ ഇതിൽ പെടുന്നുണ്ട്. അവരെ ഭാര്യമാരൊക്കെ തൊട്ടടുത്ത് നിന്ന് ഈ പോലീസിനോട് മാപ്പും സോറിയൊക്കെ അപേക്ഷിക്കുന്നുണ്ടാവും. അവരുടെ കയ്യിൽ കൊച്ചു കുഞ്ഞുങ്ങളുണ്ടാവും. പക്ഷേ വൺസ് ഇത് തെളിവ് സഹിതം പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ യാതൊരു ദാക്ഷിണ്യവുമില്ല. ഇവിടുത്തെ നിയമം ഭയങ്കര കർശനമാണ്. തീർച്ചയായിട്ടും അറസ്റ്റിലാകപ്പെടാം, നിങ്ങളെ UK തന്നെ നാട് കടത്തപ്പെടാം. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഈ പ്രത്യേകിച്ചും UK നിന്ന് നിങ്ങളൊരു കരിയർ ഉണ്ടാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സമൂഹത്തിൽ നല്ല വിലയും നിലയൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഇതൊരു കുറ്റകൃത്യമാണ്, ഇത് കുറ്റകൃത്യമാണെന്ന് അറിയാതെ നമ്മൾ തമാശയ്ക്കുള്ള തൊട്ടപ്പുറത്ത് എതിരെ ചാറ്റ് ചെയ്യുന്ന ആൾക്കാരും വില്ലിങ്ങോടെ ചാറ്റ് ചെയ്യുകയാണല്ലോ എന്ന് ചിന്തിച്ച്, എന്താ പറയുക, ഇതൊരു പരസ്പര ധാരണയോടുള്ള ചാറ്റാണെന്ന് ഉദ്ദേശിച്ച് ചാറ്റ് കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. എപ്പോൾ വേണമെങ്കിലും പിടിക്കപ്പെടാം. പലരും കരുതുന്നത് ഞാൻ ചുമ്മാ ചാറ്റ് ചെയ്താലും ഒരു രസത്തിന് ചാറ്റ് ചെയ്താലും ഇത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലോ എന്നുള്ളതാണ്. പക്ഷേ UK കാര്യങ്ങൾ അത്ര നിസാരമല്ല. UK നിയമപ്രകാരം ഇത് അതീവ ഗുരുതരമായിട്ടുള്ളൊരു തെറ്റാണ്. പിടിക്കപ്പെട്ടാൽ 1 വർഷം മുതൽ 2 വർഷം വരേക്കും ജയിൽ ശിക്ഷ അനുഭവിച്ചേക്കാം. അറസ്റ്റിലാവുന്ന ഉടനെ തന്നെ നിങ്ങളുടെ ഡിജിറ്റൽ തെളിവുകൾ എന്ന് പറഞ്ഞ് നിങ്ങളുടെ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് തുടങ്ങിയവയൊക്കെ പോലീസ് പിടിച്ചെടുത്ത് അത് കോടതിക്ക് കൈമാറും. അന്വേഷണം തീരുന്നതുവരെ നിങ്ങളെ എവിടെ പോയാലും നിരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ജയിലിൽ അല്ലെങ്കിൽ കൂടി നിങ്ങളുടെ കാലിലോ നിങ്ങളുടെ ശരീരത്തിലോ എവിടെയെങ്കിലുമൊക്കെ ഒരു GPS മെഷീൻ അവർ ഘടിപ്പിക്കുകയും നിങ്ങൾ എവിടെ പോയാലും പോലീസ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, പോലീസിൻ്റെ നിരീക്ഷണത്തിലായിരിക്കും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. ഇതിൻ്റെ യഥാർത്ഥ ദുരന്തം ഇവിടെയും തീരുന്നില്ല. UK ജോലിക്കൊക്കെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ DBS ചെക്കിങ്ങിനൊക്കെ ഇത് ബാധിക്കും. നിങ്ങൾക്ക് വേറൊരു ജോലി കിട്ടാനും ബുദ്ധിമുട്ടാവും. ഇത്തരം ഒരു കേസ് നിങ്ങളെ മേലെ വരികയാണെങ്കിൽ നിങ്ങളുടെ ക്രിമിനൽ റെക്കോർഡ് അല്ലെങ്കിൽ DBS ചെക്കൊക്കെ വേറൊരു ജോലിക്ക് വേണ്ടിയൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് മൊത്തം ഡാമേജ് ആവും, നെഗറ്റീവായിട്ട് മാറും. നിങ്ങൾക്ക് വേറൊരു ജോലി ലഭിക്കാൻ ബുദ്ധിമുട്ടാവും. അതേപോലെ തന്നെ നിങ്ങളെ UK നിന്ന് ഡിപ്പോർട്ട് ചെയ്യാനും സാധ്യതയുണ്ട്. അതേപോലെ ഈ ഒരു വീഡിയോ ലൈവായിട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്നതോടുകൂടി നാണക്കേട് ആണ് ഉണ്ടാവുക. നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബക്കാരെ മുന്നിൽ, അച്ഛൻ്റെ അമ്മയുടെയൊക്കെ മുന്നിൽ, ബന്ധുമിത്രരുടെ മുന്നിലൊക്കെ നമ്മൾ നാണം കെടും. നമ്മളെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ അവർ പബ്ലിഷ് ചെയ്യും. ഫ്രണ്ട്സ്, സുഹൃത്തുക്കൾ എല്ലാവരും ഇത് കാണും. അത്തരം ഒരവസ്ഥ വരേണ്ട കാര്യമുണ്ടോ? ഒന്ന് സ്വയം ചിന്തിച്ച് നോക്കുക. കാരണം എല്ലാവരും ചിന്തിക്കുന്നത് ഇത് ആരും അറിയില്ല, ഇത് ഒരു എന്താ പറയുക പരസ്പര ധാരണയോട് കൂടിയുള്ള ഒരു ചാറ്റാണെന്നുള്ളതാണ്. ഒരിക്കലുമല്ല. മറുപുറത്ത് സംസാരിക്കുന്നത് ഒരു പോലീസായിരിക്കാം, വിജിലൻസ് ഓഫീസറായിരിക്കാം. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനിയിപ്പോൾ അല്ല എന്ന് വെക്കുക, ഇത്തരം സന്ദർഭങ്ങൾ ദയവ് ചെയ്ത് ഒഴിവാക്കുക. അതായത് ഇനിയിപ്പോൾ ഒരു കുട്ടി, നിങ്ങൾക്ക് അറിയുന്ന ഒരു കുട്ടി തന്നെ ഇങ്ങോട്ട് നേരിട്ട് ഈ 15 വയസ്സിന് താഴെയുള്ള 18 വയസ്സിന് താഴെയുള്ള പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടി തന്നെ നേരിട്ട് ഇങ്ങോട്ട് വന്നാൽ കൂടി അത് വിജിലൻ്റ് അല്ല എന്ന് നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ ഇവിടെയുള്ള UK നിങ്ങളുടെ സുഹൃത്തുക്കളുടെയോ അപ്പുറത്തെ ഏതെങ്കിലും ഫ്ലാറ്റിലെ കുട്ടിയാണ് എന്ന് നേരിട്ട് അറിയാമെങ്കിൽ കൂടി ആ കുട്ടി ഇങ്ങോട്ട് വന്നാലും ദയവീത് ഇത്തരം പ്രവൃത്തിയിൽ ഇടപെടാതിരിക്കുക. കാരണം നമ്മൾ പറയാറുണ്ടല്ലോ, ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും കേടാർക്കാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഒരു നിമിഷത്തെ ജാഗ്രത കുറവ് മൂലം നിങ്ങളുടെ ഭാവിയാണ് നഷ്ടപ്പെടുന്നത്. അപരിചിതരുമായി സംസാരിക്കാൻ ഈ പറഞ്ഞ സ്നാപ്ചാറ്റ് പോലെയുള്ള ആപ്പുകളിലൊക്കെ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മുടെ മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയൊക്കെ മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലോട്ട് നമ്മൾ എത്തിക്കേണ്ട കാര്യമില്ലല്ലോ. ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അതേപോലെ തന്നെ UK വരാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്കും ബന്ധുമിത്രാദികൾക്കും ഒന്ന് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. പല ആൾക്കാരും പല രീതിയിൽ വീഡിയോ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, പല വീഡിയോസും നിങ്ങൾ കാണാറുണ്ടാവും. ഇത്തരം
ഇതൊക്കെ. പക്ഷേ നമുക്കിത് സംഭവിക്കില്ല എന്ന് വിചാരിച്ച് പലരും ഇത് അവോയ്ഡ് ചെയ്ത് വിടാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മെസ്സേജായിട്ട് കരുതുന്നത്. എനിക്ക് ഉറപ്പുണ്ട് ഇത് വലിയ രീതിയിലൊന്നും എല്ലാവരും ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പലരും ഇത് സ്കിപ്പ് ചെയ്ത് വിടായിരിക്കും ചെയ്യുക. എങ്കിലും ഈ ഒരു ചാനലിൽ ഞാൻ പല വീഡിയോസ് ചെയ്യാറുണ്ട്. 1000-ലധികം വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു വീഡിയോ കൂടി ചെയ്യുവാണ്. വ്യൂവിന് വേണ്ടിയിട്ടോ മറ്റു ലൈക്കിനോ കമൻറ്റിനോ വേണ്ടിയിട്ടല്ല. ആൾക്കാർ മനസ്സിലാക്കാൻ പറ്റിയ ആൾക്കാരുണ്ടെങ്കിൽ തെറ്റ് അറിയാതെ ചെയ്യുന്ന, അതായത് തെറ്റുകൾ 2 രീതിയിലുണ്ട്. അബദ്ധം പറ്റാം, ഒരു പ്രാവശ്യം അബദ്ധം പറ്റാം, നമുക്കൊരു മിസ്റ്റേക്ക് അറിയാതെ അബദ്ധം പറ്റാം. തെറ്റ് പറ്റുക എന്ന് പറയുന്നത് അബദ്ധമല്ല, അത് തെറ്റാണെന്ന് അറിഞ്ഞും ചെയ്യുന്നതാണ്. അപ്പോൾ അത്തരക്കാരോടൊന്നും പറയാനില്ല. പക്ഷെ അബദ്ധം പറ്റുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അയ്യോ എനിക്കറിയില്ലായിരുന്നു എന്നുള്ളൊരു സംഭവം. ഒരിക്കലും ഒരു UK വന്നിട്ട് ഞാനൊരു തെറ്റിൽ പെട്ട് ശേഷം അയ്യോ എനിക്ക് സംഭവം അറിയില്ലായിരുന്നു എന്ന് പറയാൻ പാടില്ല. കാരണം നമ്മൾ വിസയൊക്കെ എടുത്ത് ഇങ്ങോട്ട് വരുമ്പോൾ പല കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. നമ്മൾ പലതിലും ഒപ്പിട്ടോ കൊടുക്കുന്നുണ്ടല്ലോ, പല ഡിക്ലറേഷനിലൊക്കെ സൈൻ ചെയ്തും ടിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇവിടെ നിയമങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിക്കുമ്പോൾ, പ്രത്യേകിച്ച് സ്നാപ്ചാറ്റ് പോലെയുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ സുരക്ഷിതരായിരിക്കുക, നിയമങ്ങൾ പാലിക്കുക. അപ്പോൾ നല്ലൊരു ഭാവി എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി ആശംസിക്കുകയാണ്. എന്തായാലും സെപ്റ്റംബർ ഇൻടേക്കിൽ UK വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ദയവ് ഇതൊന്ന് കാണുക. അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റു ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് വരാം. അതുവരേക്ക് ബൈ, സീ യു, താങ്ക് യു വെരി മച്ച്.